സൈന്യം കടുത്ത നടപടികളിലേക്ക് കടന്നതായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പുൽവാമയിലുള്ള ഉമർ നബിയുടെ, അതായത് ഡൽഹി സ്ഫോടന കേസിൽ മുഖ്യ ആസൂത്രകനായിട്ടുള്ള ചാവേറായി മാറിയ ഉമർ നബിയുടെ പുൽവാമയിലെ വസതിയാണ് ഇപ്പോൾ സൈന്യം തകർത്തിരിക്കുന്നത്. IED ബ്ലാസ്റ്റിലൂടെയാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി ഇങ്ങനെ ഒരു നടപടി സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, നേരത്തെ പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട അതിൽ കസ്റ്റഡിയിലുള്ള 6 പേരുടെ വീടുകൾ ഇതേ സമാനമായ രീതിയിൽ സൈന്യം തകർത്ത് കളയുകയും ചെയ്തിരുന്നു. ഇവിടെ ഈ നേരത്തെ തന്നെ നമ്മുടെ ന്യൂസ് 18 സംഘം ഈ വീട്ടിലെത്തുകയും അവിടുത്തെ ഈ ഉമർ നബിയുടെ സഹോദരന്റെ ഭാര്യയുമായും ഒപ്പം തന്നെ അമ്മയുമായും ഒക്കെ സംവദിക്കുകയും ഒപ്പം തന്നെ കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തതാണ്. ആ വീടിന്റെ പൂർണ്ണമായിട്ടുള്ള ദൃശ്യങ്ങൾ നമ്മൾ പുറം ലോകത്തെ അറിയിക്കുകയും ചെയ്തതാണ്. അവരെന്താണ് ഈ ഉമർ നബിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ലോകത്തെ അറിയിച്ചത് നമ്മൾ കേൾക്കുകയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ സഹോദരന്റെ ഭാര്യ ഉൾപ്പെടെയുള്ളവർ, മക്കൾ ഉൾപ്പെടെയുള്ളവർ അവരുടെ ബന്ധുവീട്ടുകളിലേക്ക് മാറി. ഒപ്പം തന്നെ പിതാവിനെ അവിടെ ചോദ്യം ചെയ്യലിന് വേണ്ടി മറ്റൊരു രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തു. DNA പരിശോധനയുടെ ഭാഗമായി ഈ മാതാവിനെയും അവിടെ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു. ആ വീട്ടിൽ ആരുമില്ലാതെ പൂർണ്ണമായും സൈന്യത്തിന്റെ ഒരു നിരീക്ഷണ വലയത്തിൽ തന്നെയായിരുന്നു ഈ പുൽവാമയിലെ ഉമർ നബിയുടെ വീടുണ്ടായിരുന്നത്. അതിനുശേഷമാണ് കടുത്ത നടപടി ഇന്നലെ ഈ ഇത്തരത്തിൽ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയിരുന്നു, അതായത് ഇതിൽ ഒരു സന്ദേശം നൽകുന്ന രീതി, അതായത് കൃത്യമായ സന്ദേശം നൽകുന്ന രീതിയിലുള്ള നടപടികൾ, അത്തരത്തിലുള്ള കുറ്റക്കാരായിട്ടുള്ളവർക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്നുള്ളത് കഴിഞ്ഞ ദിവസവും അദ്ദേഹം ആഞ്ഞു പറയുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ആ വീട് പൂർണ്ണമായും തകർത്തുകൊണ്ടുള്ള ഒരു നടപടി സൈന്യത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. സമീപത്ത് മറ്റു വീടുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ IED ബ്ലാസ്റ്റിലൂടെ മറ്റ് വീടുകൾക്കൊന്നും തന്നെ ഒരു തരത്തിലും നാശനഷ്ടങ്ങൾ ഉണ്ടാകാത്ത തരത്തിൽ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു നടപടി സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് 13 പേർക്കാണ് ജീവൻ നഷ്ടമായത്. വലിയൊരു സ്ഫോടന പരമ്പരയ്ക്കായിരുന്നു ഈ സംഘം ലക്ഷ്യം വെച്ചിരുന്നത്. അതിനുവേണ്ടിയുള്ള ആസൂത്രണവും ഗൂഢാലോചനയും ഒക്കെ ഈ ഡോക്ടർമാരുടെ സംഘം നടത്തുകയും ചെയ്തിരുന്നു. ഇവർക്ക് തുർക്കിയിൽ നിന്നാണ് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ, ഒപ്പം തന്നെ ഇതിനു വേണ്ട സഹായങ്ങൾ, ഫണ്ടിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്നതും. ജെയ്ഷെ മുഹമ്മദിന്റെ ഇടപെടൽ കൃത്യമായിരുന്നു എന്നും അവർ മുൻകാലങ്ങളിൽ ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരുന്ന ചില ചാവേർ ആക്രമണങ്ങൾക്ക് സമാനമായ രീതിയിൽ ഒരു വലിയ പരമ്പര തന്നെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസം NIA കണ്ടെത്തുകയും ചെയ്തത്. അതായത് 32ഓളം സെക്കൻഡ് ഹാൻഡ് കാറുകൾ വാങ്ങിക്കൊണ്ട് ഈ പിടിച്ചെടുത്തിട്ടുള്ള, അതായത് ഏകദേശം 3000-ലധികം കിലോയോളം വരുന്ന അമോണിയം നൈട്രേറ്റ് പോലുള്ള വളരെ സ്ഫോടനാത്മകമായിട്ടുള്ള ചില വസ്തുക്കളായിരുന്നു അതിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു. ഇവയൊക്കെ നിറച്ചുകൊണ്ട് ഓരോ വാഹനങ്ങളിലും കൃത്യമായ രീതിയിൽ ഇത് അടങ്ങിയ വാഹനം മറ്റു മേഖലകൾ, അതായത് രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിലെ കൂടുതൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിൽ, പ്രത്യേകിച്ച് മാർക്കറ്റ് പോലെയുള്ള ഇടങ്ങൾ, കൂടുതൽ പേരെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു കൃത്യമായ ആസൂത്രണമായിരുന്നു ഇവർ നടത്തിക്കൊണ്ടിരുന്നത്. അതാണ് നമ്മുടെ സേന, ഒപ്പം തന്നെ സൈന്യം ഉൾപ്പെടെയുള്ളവർ അത് തകർക്കുകയും ചെയ്തു. ഇവരെ അറസ്റ്റിലായതിന് പ്രകോപിതനായതുകൊണ്ട് തന്നെയാണ് ഈ ഉമർ നബി നേരെ ചെങ്കോട്ടയിലേക്കും ഒപ്പം തന്നെ അവിടുത്തെ മാർക്കറ്റുകൾ കേന്ദ്രീകരിച്ച് അവിടെ ഒരു സ്ഫോടനം നടത്താമെന്നുള്ള രീതിയിൽ പദ്ധതി ഇടുകയും ചെയ്ത് അതും ഫലം കാണാതെ പോവുകയും ചെയ്തു എന്നുള്ളതാണ്. എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള ഒരു നീക്കം തന്നെയാണ് സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇപ്പോൾ കടുത്ത നടപടികളിലേക്ക് സൈന്യം കടക്കുന്നു. ഇനിയും ഈ ചികിത്സയിൽ, അതായത് ഈ ഒരു ഇതിൽ കസ്റ്റഡിയിലുള്ള നിരവധി ഡോക്ടർമാരുണ്ട്. 5ഓളം ഡോക്ടർമാരെ ഇപ്പോഴുമുണ്ട്. അവരെ കൂടുതൽ ചോദ്യം ചെയ്യുകയാണ്. അതിലൊരു വനിതയുണ്ട്. ഈ ജെയ്ഷെ മുഹമ്മദ് നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ തന്നെ ഞങ്ങൾ വനിതാ ചാവേറുകളെ രംഗത്തിറക്കും, അതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു എന്നൊക്കെ പറയുകയും ചെയ്തതാണ്. അതും പരസ്യമായി ഇന്ത്യക്ക് ഒരു ഭീഷണി ഉയർത്തുന്ന തരത്തിലുള്ള രീതിയിലുള്ള ചില പ്രകോപനപരമായിട്ടുള്ള ചില പ്രതികരണങ്ങളും ജെയ്ഷെ മുഹമ്മദ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഒക്കെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ കേസിൽ, അല്ലെങ്കിൽ ഈ ഒരു സ്ഫോടന പരമ്പര ആസൂത്രണം ചെയ്യുന്നതിൽ മുഖ്യ കണ്ണികളിൽ അതിലൊരാൾ വനിതയാണ് എന്നുള്ള വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ കൂടി പുറത്തു വരികയും ചെയ്ത്. ഇവർക്ക് ആരൊക്കെയാണ് സഹായം ചെയ്തു നൽകിയത്? അൽഫല യൂണിവേഴ്സിറ്റിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടോ? ഒപ്പം തന്നെ ഈ അൽഫലയിൽ മറ്റ് ഏതെങ്കിലും രാജ്യങ്ങളിൽ നിന്ന് ഫണ്ടിങ് ലഭിക്കുന്നുണ്ടോ? ഇതിൻ്റെ പ്രവർത്തനം ഏത് രീതിയിലാണ് എന്നടക്കമുള്ള എല്ലാ ചുറ്റുവട്ടങ്ങളും നോക്കി, അല്ലെങ്കിൽ എല്ലാ മേഖലകളും നോക്കിയുള്ള ഒരു
രീതിയിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളൊക്കെയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ഇനിയും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. ഇവർ മറ്റ് കസ്റ്റഡിയിലുള്ള മറ്റ് ആളുകളുടെ വീടുകളിലും സമാനമായ രീതിയിലുള്ള ഇടപെടൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നടപടി സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ എന്നുള്ളതാണ് നമുക്ക് ഈ കണ്ടറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും പുൽവാമയിലെ ഈ ഉമർ നബി എന്ന ഭീകരന്റെ വീട് ഇപ്പോൾ സൈന്യം തകർത്തിരിക്കുകയാണ്.